ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. 5ാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസിലെ നമ്മുടെ കുടുംബം അവർ ഫാമിലി എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഏകദേശം ചാപ്റ്ററിന്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുടുംബത്തിന്റെ സവിശേഷതകളായിരുന്നു അവസാനമായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നത്, അല്ലെ? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഫാമിലി. അപ്പൊ അതിൽ ദേശഭാഷകൾക്കൊക്കെ അതീതമായിട്ട് എല്ലായിടത്തും കുടുംബങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ ഇനിയും ഒരുപാട് പ്രത്യേകതകൾ കുടുംബത്തിനുണ്ട്, അല്ലെ? അപ്പൊ അതിനു മുമ്പ് നമുക്കൊരു പ്രവർത്തനം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ചെയ്യാനുള്ളതാണ്. താഴെ പറയുന്ന ജോലികൾ നിങ്ങളുടെ കുടുംബത്തിൽ ആരൊക്കെയാണ് ചെയ്യുന്നത്? പട്ടിക പൂർത്തിയാക്കുക. Who does the following works at your home? അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ ഓരോ പ്രവർത്തനങ്ങളും നിങ്ങളുടെ വീട്ടിൽ, അത് ഓരോ വീട്ടിലും വ്യത്യസ്തമായിരിക്കാം. ഒന്നിൽ കൂടുതൽ പേര് ചെയ്യുന്നുണ്ടെങ്കിൽ അതും എഴുതാം. അപ്പോൾ അത് വെച്ചിട്ട് ഈ ഒരു പട്ടിക കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ ഈ പട്ടികയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എല്ലാവരും കൂടി ഒത്തൊരുമിച്ചിട്ടാണ് ഒരു കുടുംബത്തിലെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എന്നാണ്, അല്ലെ? അപ്പൊ ഒരുമ ചുമതലകൾ നിർവഹിക്കാൻ കുടുംബം എല്ലാം ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും തങ്ങളുടേതായ ചുമതലകൾ നിർവഹിക്കണമെന്ന ഉത്തരവാദിത്ത ബോധം ഉണ്ട്, അല്ലെ? അത് നമുക്ക് മറ്റൊരു സവിശേഷതയായിട്ട് പറയാം. അപ്പൊ ആകെ പ്രധാനമായി 4 സവിശേഷതകളാണ് നമുക്ക് കുടുംബത്തെ കുറിച്ച് പറയാനുള്ളത്. ഏതൊക്കെയാണ്? 4 കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക, പഠിച്ചു വെക്കുക. ദേശഭാഷകൾക്ക് അതീതമാണ്. ഇറസ്പെക്റ്റീവ് ഓഫ് നേഷൻ ആൻഡ് ലാംഗ്വേജ്, അതായത് യൂണിവേഴ്സൽ ആണ്. പിന്നെയോ വൈകാരിക ബന്ധങ്ങൾ, അല്ലെ? സ്നേഹവും വാത്സല്യവും ഒക്കെ ഉണ്ട്. ഇമോഷണൽ ബോണ്ട്സ്. പിന്നെ പരിമിതമായ വലുപ്പം. കുടുംബം എന്ന് പറയുമ്പോൾ സമൂഹം പോലെയോ സമുദായം പോലെയോ വലുതായിരിക്കില്ല, ലിമിറ്റഡ് സൈസ് ആണ്. അതുപോലെ നമ്മൾ അവസാനം കണ്ട ഉത്തരവാദിത്ത ബോധം, സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി. ഇതൊക്കെയാണ് കുടുംബത്തിന്റെ സവിശേഷതകൾ. എങ്കിൽ നമുക്കൊരു പ്രവർത്തനമുണ്ട്. കുടുംബത്തിന്റെ മേൽ സൂചിപ്പിച്ച സവിശേഷതകളുമായി ബന്ധപ്പെട്ടവ എ കോളത്തിൽ കൊടുത്തിരിക്കുന്നു. അവയെ ബി കോളവുമായി യോജിപ്പിക്കണം. കോളം എനെ കോളം ബി ആയിട്ട് യോജിപ്പിക്കുക. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ എന്താ? യൂണിവേഴ്സലാ കൊടുത്തിരിക്കുന്നത്. ദേശഭാഷകൾക്ക് അതീതം. അതുമായി ബന്ധപ്പെട്ട പ്രത്യേകത ബി കോളത്തിൽ നിന്നും സെലക്ട് ചെയ്താൽ ഏതായിരിക്കും? അവസാനത്തതാണ്, അല്ലെ? എല്ലായിടത്തും കുടുംബമുണ്ട്. ബിയോണ്ട് ദ ബൗണ്ടറീസ് ഓഫ് നേഷൻ ആൻഡ് ലാംഗ്വേജ്. അത് തമ്മിൽ യോജിപ്പിക്കുക, അല്ലെങ്കിൽ നോട്ടിലേക്ക് യൂണിവേഴ്സൽ എന്ന് എഴുതിയിട്ട് അതിന് നേരെ ഒരു ഏറോ മാർക്ക് ഇട്ടിട്ട് ഈ ലാസ്റ്റത്തത് എഴുതിയാലും മതി. നമ്മൾ വരച്ച് യോജിപ്പിക്കുന്നതിനേക്കാളും നല്ലത് നോട്ട് ബുക്കിൽ എഴുതുന്നതാണ്. അപ്പൊ അങ്ങനെ എഴുതേണ്ടവർക്ക് അങ്ങനെ എഴുതാം. അടുത്തത് എന്താ? ലിമിറ്റഡ് സൈസ് ആണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? പരിമിതമായ വലുപ്പം. അതേതാണ്? അതെ, ഫസ്റ്റത്തതാണ്. കുടുംബത്തിലെ അംഗങ്ങൾ എണ്ണത്തിൽ കുറവ്. ലെസ് നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ എ ഫാമിലി. മൂന്നാമത്തത് ഇമോഷണൽ ബോണ്ട്സ് ആണ്, വൈകാരിക ബന്ധങ്ങൾ. ഏതൊക്കെയാണ്? രണ്ടാമത്തതാണ്, അല്ലെ? സ്നേഹം, വാത്സല്യം, സുരക്ഷിതത്വ ബോധം, ലവ്, അഫെക്ഷൻ, ഫീലിംഗ് ഓഫ് സെക്യൂരിറ്റി. ഇനി ലാസ്റ്റ് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം, എങ്കിലും നമുക്ക് നോക്കാം. സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ആണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരവാദിത്ത ബോധം ഏതാ? യെസ്, നമ്മുടെ ചുമതലകൾ നിർവഹിക്കൽ. ക്യാരിയിങ് ഔട്ട് ഡ്യൂട്ടീസ്. ഓക്കെ, അപ്പൊ 4 ഒന്നുകിൽ ടെക്സ്റ്റ് ബുക്കിൽ വരയ്ക്കാം, അല്ലെങ്കിൽ നോട്ട് ബുക്കിലേക്ക് എഴുതുമ്പോൾ ഇതുപോലെ ഇങ്ങനെ വരയ്ക്കുന്ന രീതിയിൽ എഴുതണ്ട. യൂണിവേഴ്സൽ എന്ന് എഴുതിയിട്ട് അതിന്റെ നേരെയുള്ളത് കൃത്യമായിട്ട് എഴുതുക. ബിയോണ്ട് ദ ബൗണ്ടറീസ് ഓഫ് നേഷൻ ആൻഡ് ലാംഗ്വേജ്. പിന്നെ ലിമിറ്റഡ് സൈസിന്റെ ആൻസർ എന്താണെന്ന് വെച്ചാൽ അത് നേരെ എഴുതുക. അതുപോലെ എഴുതിയാൽ മതി. ഓക്കെ, ഇനി ഓക്ബോൺ എന്ന സാമൂഹ്യ ശാസ്ത്രജ്ഞൻ കുടുംബത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നോക്കൂ. കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹപൂർവമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് കുടുംബത്തിന്റെ ധർമ്മം. The function of a family is to create an atmosphere of love and care among its members. അതൊന്ന് എഴുതിയെടുക്കാം. അപ്പൊ സ്നേഹപൂർവ്വമായിട്ടുള്ള നമ്മുടെ എല്ലാ ചുമതലകളും നിർവഹിച്ചുകൊണ്ട് സ്നേഹവും വാത്സല്യവും ഒക്കെ നിറഞ്ഞൊരു കുടുംബ അന്തരീക്ഷം തന്നെയാണ് വേണ്ടത്. ഇനി കുടുംബത്തിൽ നിന്നും ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? The qualities we acquire from the family. എന്തൊക്കെയാണ് കുടുംബത്തിൽ നിന്നും ലഭിക്കുന്ന ഗുണങ്ങൾ? അച്ചടക്കം നമ്മൾ പാലിക്കും, മര്യാദ, പങ്കുവെക്കൽ, ഷെയറിംഗ്, സത്യസന്ധത, ഡിസിപ്ലിൻ, മാനേഴ്സ്, ഷെയർ ആൻഡ് കെയർ ആൻഡ് ഹോണസ്റ്റി. പ്രധാനമായി 4 ഗുണങ്ങളാണ്. ഇനിയും ഒരുപാടെണ്ണം നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. പ്രധാനപ്പെട്ട 4. ഓക്കെ, പിന്നെയോ കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അംഗങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നു. മീറ്റ്സ് ദ ബേസിക് നീഡ്സ് ഓഫ് ദ മെമ്പേഴ്സ്. എന്തൊക്കെയാ ബേസിക് നീഡ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രധാനമായിട്ടും ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, അതുപോലെയുള്ള, അല്ലെ? നമുക്ക് നിത്യം ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ സ്നേഹം, വാത്സല്യം എന്നിവ നൽകുന്നു. പ്രൊവൈഡ്സ് ലവ് ആൻഡ് അഫെക്ഷൻ. പെരുമാറ്റശീലങ്ങൾ വളർത്തിയെടുക്കുന്നു. ഡെവലപ്പിംഗ് ബിഹേവിയറൽ ഹാബിറ്റ്സ്.
അംഗങ്ങൾക്ക് സുരക്ഷിതത്വ ബോധം ഉറപ്പുവരുത്തുന്നു. എൻഷുർ എ സെൻസ് ഓഫ് സെക്യൂരിറ്റി ഫോർ മെമ്പേഴ്സ്. ഓക്കെ, പ്രധാനമായും 4 ധർമ്മങ്ങൾ. ഈ 4 ധർമ്മങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പൂവിനകത്ത് ചിത്രീകരിച്ചിട്ടുള്ളത് നമുക്ക് കാണാം അല്ലെ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ടും ഒരു പ്രവർത്തനം നമുക്ക് ചെയ്യാനുണ്ട്. ഇത് നമുക്ക് വീഡിയോയുടെ അവസാനം നോക്കാം കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾ അച്ഛനമ്മമാർക്ക് എന്തെല്ലാം സഹായങ്ങളാണ് ചെയ്തു കൊടുക്കാറുള്ളത്? മാതാപിതാക്കൾ നിങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തരുന്നു പട്ടികപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. How do you help your parents at home? How do your parents help you? Complete the following table. For responsibilities of parents, parentsന്റെ ചുമതലകളും നിങ്ങളുടെ ചുമതലകളും, യുവർ ഡ്യൂട്ടീസ് ടുവേർഡ്സ് ദം ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. നോക്കാം അല്ലെ. എന്തൊക്കെയാണ് അച്ഛനമ്മമാരുടെ ചുമതലകൾ? അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുക, സ്നേഹം, വാത്സല്യം എന്നിവ നൽകുക, പെരുമാറ്റശീലങ്ങൾ പഠിപ്പിക്കുക, സുരക്ഷിതത്വ ബോധം ഉറപ്പുവരുത്തുക. നമ്മൾ നേരത്തെ കണ്ടു അല്ലെ കുടുംബത്തിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്. അത് തന്നെ നമ്മുടെ അച്ഛനമ്മമാർ നമ്മളോട് കാണിക്കേണ്ട ധർമ്മങ്ങൾ അല്ലെങ്കിൽ ചുമതലകൾ, അവർ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി നമ്മുടെ ചുമതലകൾ എന്തൊക്കെയാ? അച്ഛനമ്മമാരെ സഹായിക്കുക, എല്ലാവരോടും സ്നേഹ ബഹുമാനങ്ങളോടെ പെരുമാറുക, നല്ല പെരുമാറ്റം ശീലിക്കുക, ഉത്തരവാദിത്തത്തോടെ പെരുമാറുക. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് പാരന്റ്സ്: മീറ്റ്സ് ദ ബേസിക് നീഡ്സ്, provides love and affection, developing behavioral habits, ensures sense of security. Your duties towards them. നമ്മുടെ duties എന്തൊക്കെയാണ്? Help the parents in household duties. Behave with love and respect. Practice good habits. Behave with responsibility. Okay, clear ആണല്ലോ. ഇനി നമുക്കില്ലേ ഒരു പ്രവർത്തനം കൂടി തന്നിട്ടുണ്ട്. എന്തായിരുന്നു? കുടുംബ ബന്ധങ്ങൾ വ്യക്തമാക്കുന്ന കഥകൾ, കവിതകൾ, ചിത്രങ്ങൾ ഇവയൊക്കെ ശേഖരിച്ചിട്ട് ഒരു പതിപ്പ് തയ്യാറാക്കാനാണ്. കളക്ട് സ്റ്റോറീസ്, പോയിംസ് ആൻഡ് പിക്ചേഴ്സ് ദാറ്റ് ഹൈലൈറ്റഡ് ആൻഡ് റിവീൽ ദ ഇമ്പോർട്ടൻസ് ഓഫ് റിലേഷൻഷിപ്പ് ഇൻ ദ ഫാമിലി. പ്രിപ്പയർ എ മാഗസിൻ. അപ്പൊ നിങ്ങളിപ്പോ 5ാം ക്ലാസ്സിലെത്തി അല്ലെ. 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലും ഒരുപാട് കഥകൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഒരുപാട് ഇപ്പൊ കോയസൻ എന്നുള്ള അതില് ആത്മബന്ധം പറയുന്നുണ്ട്. വൃക്ഷത്തെ സ്നേഹിച്ച ബാലൻ, അതിലെ വല്യച്ഛനും വല്യമ്മയും, അതുപോലെ തന്നെ ആ ഒരു മരത്തിനോടുള്ള ആത്മബന്ധം പറയുന്നത് അല്ലെ. അതൊക്കെ കുടുംബം തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള കുറെ കഥകൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്നുകൂടി ഒന്ന് കളക്ട് ചെയ്യാൻ ശ്രമിക്കുക. കുറച്ച് പോയംസും അതുപോലെ ചിത്രങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഏത് ഭാഷയിൽ എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. പതിപ്പില് ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്കും മലയാളം മീഡിയം കുട്ടികൾക്കും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നോക്കാം. ആദ്യം ഫാമിലി, ഇത് മലയാളം മീഡിയം കുട്ടികൾക്കും എഴുതാം പതിപ്പിൽ, അതിനൊരു പ്രശ്നമില്ല. നോക്കാം നമുക്ക്. The first people to know you, the ones who gave you a name. They gave you love and a place to belong. The road from which you came. Cherish them while you have them. When they are gone, it's never the same. അതായത് നമുക്ക് പേര് നൽകിയ, നമുക്ക് താമസിക്കുന്ന ഇടം നൽകിയ, നമ്മളെ നമ്മളാക്കിയ, നമ്മുടെ വേരുകളായ നമ്മുടെ കുടുംബം അല്ലെ. അപ്പൊ നമ്മുടെ പാരന്റ്സ് നമ്മുടെ കൂടെയുള്ളപ്പോ അവരെ ഒരുപാട് സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുക. അവർ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും പഴയതുപോലെ ആവില്ല. അപ്പൊ കുടുംബത്തിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് ആണ് ഈ കവിതയിൽ പറഞ്ഞിട്ടുള്ളത്. അടുത്തത് ഫാമിലി. ഇതൊരു വേർഡ് പോയമാണ്. വേർഡ്സ് യൂസ് ചെയ്തിട്ടുണ്ടാക്കിയ പോയം. നോക്കാം. എഫ് വെച്ചിട്ടാണ്. Form a strong bond with all your family. Always remember they may be in a different place. Make times together fun and memorable. Ignore the petty differences. Love them while you can. Life can be short. You can be the glue that keeps them together. Okay. ആൻഡ് അതുപോലെ നിങ്ങൾക്ക് ചിത്രങ്ങൾ ശേഖരിക്കുക മാത്രമല്ല, ചിത്രങ്ങൾ വരയ്ക്കാം. ഇതുപോലെ കോമിക്കൊക്കെ ആയിട്ട് നിങ്ങളുടെ ഫാമിലി വെച്ചിട്ട് വരയ്ക്കാം. അതല്ല ഇതുപോലെ വേണമെങ്കിൽ വരയ്ക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് വരയ്ക്കാം. വേണമെങ്കിൽ വലിയ ഫാമിലി ആണെങ്കിൽ ആ ഫാമിലിയിൽ ഓരോ മെമ്പേഴ്സിന്റെ ജോലി അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഇപ്പൊ പെയിന്റിങ്, ഫുട്ബോള്, ബുക്ക് അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈവൻ നിങ്ങളുടെ പെറ്റ്സിനെ പോലും നിങ്ങളുടെ ഫാമിലിയിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്താവുന്നതാണ് കേട്ടോ ചിത്രത്തിൽ. അങ്ങനെ നല്ലൊരു ചിത്രമൊക്കെ തയ്യാറാക്കാം. അതുപോലെ ഇപ്പോ ഒരുപാട് കുടുംബങ്ങളുടെ ചിത്രങ്ങൾ പേപ്പറിലും മാഗസീൻസിലും ഒക്കെ കളക്ട് ചെയ്യാം. അതൊക്കെ വെച്ചൊട്ടിക്കാം. ഓക്കെ, ഇതുപോലെ നല്ല നിറമൊക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് വരയ്ക്കാം. ഇനി നമുക്ക് മലയാളം കവിതകൾ കുറച്ച് നോക്കാം അല്ലെ. എന്റെ വീട്. എന്റെ കൊച്ചു വീട്, സ്നേഹമുള്ള വീട്, അമ്മയുള്ള അച്ഛനുള്ള അനിയനുള്ള വീട്, പാട്ടുപാടി തന്നിടും എന്റെ പൊന്നു മുത്തച്ഛൻ, 100 കഥ പറയും ഞങ്ങളുടെ മുത്തശ്ശി, എന്റെ കൊച്ചു വീട്, സ്നേഹമുള്ള വീട്, ഒരുമയോടെ ഞങ്ങളെല്ലാം പാർത്തിടുന്ന വീട്.
ഇനി വേണമെങ്കിൽ നമുക്ക് നമ്മുടെ പ്യാരി അമ്മാമില്ലേ 5ാം ക്ലാസ്സിലെ ഹിന്ദി, അതും വേണമെങ്കിൽ എഴുതാം കേട്ടോ. പ്യാരി പ്യാരി അമ്മ മേരി എന്ന് തുടങ്ങുന്ന ആ ഒരു കവിത വേണമെങ്കിൽ ടെക്സ്റ്റ് നോക്കി നിങ്ങൾക്ക് എഴുതിയെടുക്കാം. മറ്റൊരു കവിത, കുടുംബം ഒരു കൂറ്റൻ മരമാണ്, അമ്മയെന്ന വേരിലും അച്ഛൻ എന്ന ശിഖരത്തിലും വിരിഞ്ഞ കിളികളാണ് നമ്മൾ. എത്ര ദൂരേക്ക് പറന്നാലും എത്ര ഉയരത്തിൽ പറന്നാലും ചിറക് തളരുമ്പോൾ ചിന്തകൾ ഉഴറുമ്പോൾ നമ്മൾ ചേക്കേറുന്ന നമ്മുടെ മാത്രമായ ഒരിടം, അതാണ് നമ്മുടെ കുടുംബം അല്ലെ. മറ്റൊന്ന്, കുടുംബത്തെ കുറിച്ചിട്ട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞൊരു വചനമാണ്. ഇതുപോലെയുള്ള മഹത് വചനങ്ങളും നിങ്ങൾക്ക് ശേഖരിക്കാവുന്നതാണ്. പണം കൊണ്ട് ക്ലോക്ക് വാങ്ങാം, നേരം വാങ്ങാൻ കഴിയില്ല. പണം കൊണ്ട് പുസ്തകം വാങ്ങാം, അറിവ് വാങ്ങാൻ കഴിയില്ല. പണം കൊണ്ട് രക്തം വാങ്ങാം, ആയുസ് വാങ്ങാൻ കഴിയില്ല. പണം കൊണ്ട് പദവി നേടാം, എന്നാൽ ആദരവ് വാങ്ങാൻ കഴിയില്ല. പണം കൊണ്ട് വീട് വാങ്ങാം, സ്നേഹമുള്ള കുടുംബം നേടാൻ കഴിയില്ല. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പ്രവർത്തനം കൂടിയാണ് ചെയ്യാൻ പോകുന്നത്. ഒന്നുമില്ല, മുകളിൽ കൊടുത്തിരിക്കുന്നതും അതുമായിട്ടുള്ള നമ്മുടെ കുടുംബത്തിന്റെ ധർമ്മവും ചേർത്ത് എഴുതാനായിരുന്നു. അപ്പൊ നമിത സ്കൂൾ തുറക്കാൻ കാത്തിരിക്കുകയാണ്, അവൾക്കുള്ള പഠനോപകരണങ്ങൾ അച്ഛൻ വാങ്ങിക്കൊടുത്തു. അതെന്താണ്, ഏത് ധർമ്മമാണ് അവിടെ നിറവേറ്റിയത്? അടിസ്ഥാന ആവശ്യങ്ങളാണ്, ബേസിക് നീഡ്സ് ആണ്. മറ്റൊന്ന്, മറ്റു ജോലി തിരക്കുകൾക്കിടയിലും മിന്നുവിന്റെ പിറന്നാളിന് അമ്മ അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പായസം ഉണ്ടാക്കി കൊടുത്തു. അത് സ്നേഹവും വാത്സല്യവുമാണ്, ലവ് ആൻഡ് അഫെക്ഷൻ. ആൻഡ് മുതിർന്നവരെ ബഹുമാനിക്കണമെന്നും എല്ലാവരോടും സ്നേഹത്തോടെ ഇടപഴകണമെന്നും എപ്പോഴും അപ്പൂപ്പൻ ഉപദേശിക്കാറുണ്ട്. അതേതാണ്? പെരുമാറ്റശീലങ്ങളാണ്, ബിഹേവിയർ പാറ്റേൺസ്. ആൻഡ് സ്കൂളിൽ പോകും വഴി അപകടത്തിൽപ്പെട്ട നിഷ ആദ്യം ആവശ്യപ്പെട്ടത് വീട്ടിൽ പോകണമെന്നാണ്. അതെന്താ? സുരക്ഷിതത്വ ബോധം അല്ലെ, വീട്ടിൽ നമുക്ക് സുരക്ഷിതത്വം ഉണ്ടാവും എന്നുള്ള ബോധം, ഫീലിംഗ് ഓഫ് സെക്യൂരിറ്റി. അപ്പൊ ഇത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഇത്രയുമാണ് ഇന്നത്തെ ഈ ഒരു പാഠഭാഗം. ഇതോടുകൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ്. എല്ലാ പ്രവർത്തനങ്ങളും ഇതോടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. പതിപ്പും ഏകദേശം നിങ്ങൾക്കൊരു രൂപം കിട്ടിയിട്ടുണ്ടാവും അല്ലെ, എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ളത്. ഇനിയും കുടുംബത്തെ സംബന്ധിച്ച് എന്തൊരു കാര്യം വേണമെങ്കിലും നിങ്ങൾക്ക് ആ പതിപ്പിൽ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ വീഡിയോ യൂസ്ഫുൾ ആയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് കട്ടയ്ക്ക് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്ത വീഡിയോയിൽ വെയിറ്റ് ചെയ്തിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.